നമ്മുടെ എല്ലാം അഭിമാനമായിരുന്ന ചടയമംഗലത്ത് വികസനത്തിന്റെ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി നൽകിയ സംഭാവനകൾ, വിശിഷ്യ ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ ഈ പ്രസ്ഥാനത്തിന് അഭിമാന മത്സരം കാട്ടിക്കൊടുക്കുവാൻ പറ്റിയ പ്രവർത്തനങ്ങൾ നടത്തിയ അദ്ദേഹത്തിന്റെ, അതിനോടൊപ്പം നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട MP, നമ്മുടെ പ്രിയപ്പെട്ട MLA, നമ്മുടെ KPCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പ്രാസംഗികരായിട്ടുണ്ട്. സുദീർഘമായ ഒരു നമുക്കെല്ലാം പ്രിയങ്കരനായി ഈ നാടിന് ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത സേവനങ്ങൾ നൽകിയ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ്, മുൻ MLA, ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ്, മിൽമയുടെ സ്ഥാപകൻ, ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സംഭാവനകൾ. മരിച്ചതിന് ശേഷം 2 വർഷം കഴിഞ്ഞ് ജൂൺ മാസം 4-ാം തീയതി രണ്ടാമത് ചരമവാർഷികം സമുചിതമായി ആചരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന ദിവസമായിരുന്നതാണ് സത്യത്തിൽ അന്ന് നടക്കേണ്ടിയിരുന്ന ചടങ്ങ് മുൻകൂറായി ഇന്ന് സംഘടിപ്പിച്ച് ഇത്തരത്തിലൊരു വലിയ സമ്മേളനത്തിന്റെ സാന്നിധ്യത്തിൽ ഈ ചടങ്ങ് അല്ലെങ്കിൽ ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും അനുഷ്ഠാന സമ്മേളനവും നടത്താൻ സംഘാടകർ തീരുമാനിച്ചു. ശ്രീ പ്രയാറിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഈ സമ്മേളനത്തോട് എന്തെങ്കിലും സംബന്ധിക്കുന്നത് തികച്ചും അത്ഭുതമായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോ ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഫോളോ അപ്പ് ഓരോ പ്രോജക്റ്റിന്റെ വേണ്ടി ഞാനന്ന് നേരിട്ട് കണ്ടതാണ്. പിന്നീട് നമ്മളൊക്കെ ജനപ്രതിനിധിയായപ്പോൾ നമുക്കെല്ലാം ഒരു മാതൃകയായിരുന്നു ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ MLA എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനം. മിൽമ ചെയർമാൻ, മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ചെയർമാൻ, MLA, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു കമ്മിറ്റ്മെന്റ്. സാധാരണ ഈ പന്തളത്തു നിന്നും തിരുവാഭരണ ഘോഷയാത്ര ശബരിമലയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി പോയി പന്തളത്ത് ഉദ്ഘാടനം ചെയ്തു. പിന്നെ കാറിൽ കയറി ശബരിമലയിൽ പോയി ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആദ്യത്തെ മെമ്പർഷിപ്പ് ഉദ്ഘാടനം ആലപ്പുഴ മെഡിക്കൽ കോളേജ്. വളരെ സമയം വളരെ വൈകിയിരിക്കുന്നു. വളരെ കൂടുതലായി കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ അർപ്പിതമായ കർത്തവ്യം നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ആദ്യമായി